നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് AFC ഏഷ്യൻ കപ്പ് തുടങ്ങാൻ ഇനി 4 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരങ്ങളിൽ എടുക്കുന്ന ഡിസിഷൻസ്, അതിൻ്റെ ടെക്നോളജീസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് റഫറീസ്, അതുപോലെ സാങ്കേതികമായിട്ടുള്ള വിദ്യകൾ, VAR പോലെയുള്ള ടെക്നോളജീസൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം AFC ഏഷ്യൻ കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചില കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ടൂർണമെൻറ്റിൽ ആകെ 74 റഫറീസാണുള്ളത്. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ. അതിൽ 33 മെയിൻ റഫറീസ്, 37 അസിസ്റ്റൻറ്റ് റഫറീസ്, അതുപോലെ 2 സ്റ്റാൻഡ് ബൈ റഫറീസ്, 2 സ്റ്റാൻഡ് ബൈ അസിസ്റ്റൻറ്റ് റഫറീസ് എന്നിങ്ങനെയാണ് 74 പേര് വരുന്നത്. ഇതിൽ 2 ഫീമെയിൽ മെയിൻ റഫറീസ് ഉണ്ട്, 3 ഫീമെയിൽ അസിസ്റ്റൻറ്റ് റഫറീസുമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും വരുന്നത് സൗദി അറേബ്യ, അതുപോലെ സൗത്ത് കൊറിയ, ജപ്പാൻ, UAE, ഓസ്ട്രേലിയ, പിന്നെ ഖത്തർ, ഈ രാജ്യങ്ങളിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് റഫറീസ് അല്ലെങ്കിൽ കൂടുതൽ റഫറീസ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈവൻ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഒഫീഷ്യൽസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഒറ്റ റഫറിമാർ പോലും ഒരു കാറ്റഗറിയിലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാം ഇന്ത്യൻ റഫറീസ് അവരുടെ ഒരു ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആരെയും കുറച്ച് കാണുമൊന്നുമല്ല. പക്ഷേ ഇതേപോലത്തെ ഒരു ടൂർണമെൻറ്റിൽ ഒരാൾ പോലും ഒഫിഷ്യേറ്റ് ചെയ്യാനില്ല എന്നുള്ളത് ഈ ഒരു കാരണം വെച്ച് നമുക്ക് പറയാവുന്നതാണ്. അല്ല, VAR പോലെയുള്ള ടെക്നോളജി അത് ഇപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പം 2019 AFC ഏഷ്യൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് മുതലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഖത്തർ ഏഷ്യൻ കപ്പിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു ഇന്ത്യ കളിക്കുന്ന ഒരു മത്സരത്തിൽ ഒരു VAR ടെക്നോളജി ഐ തിങ്ക് ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനലൊന്നും കളിക്കേണ്ടി വന്നില്ല. അപ്പം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് അല്ല എന്ന് ഞാൻ പലതരത്തിലും ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു VAR ഉള്ളൊരു മത്സരത്തിൽ കളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാമല്ലോ VAR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റഫറീസിനെയൊക്കെ കൂടുതൽ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ VAR-ന് പുറമെ SIOT എന്ന് പറയുന്നൊരു ടെക്നോളജി കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIOT എന്ന് പറയുന്ന ടെക്നോളജി ഖത്തർ വേൾഡ് കപ്പ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. നമുക്കറിയാം സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അതായത് ഓഫ് സൈഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാനായിട്ട് 12 ക്യാമറാസ് വെച്ചിട്ട് അത് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതിക്കുന്ന പ്ലെയേഴ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. എന്നിട്ട് AI-യുടെ സഹായത്തോടു കൂടി ഒഫീഷ്യൽസിന് കൃത്യമായിട്ടുള്ള അലേർട്ടൊക്കെ കൊടുക്കും. അങ്ങനെയാണ് അത് ഓഫ് സൈഡ് ആണോ അല്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് വരുന്ന ഒരു വലിയ ടെക്നോളജി തന്നെയാണ്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ഇപ്പോൾ VAR ഇല്ലാത്ത നമ്മുടെ ISL പോലും ആണെങ്കിലും കൃത്യമായിട്ട് ഒരു ഓഫ് സൈഡൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ISL എന്നല്ല, ഏത് ലീഗിൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പം റഫറീസിന് ഓഫ് സൈഡിൻ്റെ കാര്യത്തിലൊക്കെ അത്ര ഒരു കൃത്യത വരാവുന്ന കാര്യത്തിൽ സംശയമാണുള്ളത്. അപ്പം അത് കുറയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് മാറ്റുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടെക്നോളജി വേൾഡ് കപ്പിൽ എന്ന പോലെ ഏഷ്യൻ കപ്പിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു AFC ഏഷ്യൻ കപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ടോപ്പ് നോച്ച് തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ഈവൻ വേൾഡ് കപ്പ്, യൂറോ കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഒരു ക്വാളിറ്റിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഈവൻ കോപ്പ അമേരിക്ക ആൻഡ് ആഫ്കോൺ ഇവരെയൊക്കെക്കാൾ ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് ഏഷ്യൻ കപ്പിൽ തന്നെയാണ്. സോ ആ ഒരു ലെവലിലുള്ളൊരു ടൂർണമെൻറ്റാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് എന്നുള്ളതും ഐ ആം സോ ഹാപ്പി. ഇനി പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കുകയാണ്. സനിയ.